ഹലോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ലേണിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പില് ലൈവ് ലൊക്കേഷൻ അഥവാ ലൊക്കേഷൻ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്നാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഇതാണ് നമ്മുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറെ കോണ്ടാക്ട്സ് നമ്മൾ മെസ്സേജ് അയക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആർക്കാണോ നമ്മുടെ ലൈവ് ലൊക്കേഷൻ അഥവാ നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോണ്ടാക്ട് സെലക്ട് ചെയ്യുക. ഇനി അവരുടെ കോണ്ടാക്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് എങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുക. ഏറ്റവും മുകളിൽ ഇതുപോലെ സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ നമുക്ക് വാട്സപ്പിൽ ഉണ്ടാവും. അവിടെ പോയിട്ട് ആ കോണ്ടാക്ട് നമ്മൾ ഏത് പേരിലാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമുള്ള കോണ്ടാക്ട് അവിടെ വരും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ അയക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇത് കണ്ടോ, ഈ മെസ്സേജ് എന്ന് എഴുതിയേക്കുന്നതിന് തൊട്ടിപ്പുറത്ത് ഒരു പിന്നിന്റെ രീതിയിലുള്ള ഒരു സിമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ഇത് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുറെ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്കിപ്പോൾ വേണ്ടത് ലൊക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചോദിക്കും ടു സെൻഡ് എ നിയർ ബൈ പ്ലേസ് ഓൺ യുവർ ലൊക്കേഷൻ. വാട്സപ്പിന് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളൊരു ആക്സസ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ കണ്ടിന്യൂ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. ഡോണ്ട് അലോ മാത്രം കൊടുക്കാതിരിക്കുക. ഡോണ്ട് അലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഓൺലി ദിസ് ടൈം എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പൊ ഇത് കണ്ടോ, നമുക്ക് ഇവിടെ ഒരു ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടണും ഉണ്ട്. ഈ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ എവിടെയെങ്കിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ട്രാക്ക് ചെയ്യണമെങ്കിലാണ് നമ്മൾ ഈ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ലൈവ് ലൊക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ പച്ച കളറിൽ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത് ചോദിക്കും എത്ര നേരത്തേക്കാണ് നമ്മളിത് ഷെയർ ചെയ്യേണ്ടത്. 15 മിനിറ്റ് ആണോ, 1 മണിക്കൂറാണോ, 8 അവേഴ്സ് ആണോ. അപ്പം നമുക്ക് 15 മിനിറ്റ് സെലക്ട് ചെയ്തിട്ട് ഷെയർ കൊടുക്കാം. അതിപ്പം 8 മണിക്കൂറാണെങ്കിൽ അത് കൊടുക്കാം, ഇനി 1 മണിക്കൂറാണെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളത് നമ്മുടെ ഷെയർ യുവർ കറണ്ട് ലൊക്കേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീടിന്റെ അഡ്രസ്സ് ആരെല്ലാം നമ്മളുടെ അടുത്ത് ചോദിച്ചു, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിന്റെ അഡ്രസ്സ്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, ആ സ്ഥലത്തിന്റെ അഡ്രസ്സ് നമുക്ക് ആർക്കെങ്കിലും ലൊക്കേഷൻ ത്രൂ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിലാണ് നമ്മൾ ഈ ഒരു കറണ്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് അയച്ചു കൊടുക്കുന്നത്. കറണ്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അത് ഷെയർ ആവും. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതും വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ഡിജിറ്റൽ ലേണിംഗ് വീഡിയോസിനായി നമ്മുടെ സീനിയർ സേവ് ആപ്ലിക്കേഷനിലെ ഡിജിറ്റൽ ഗ്യാങ് സെഷൻ വിസിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.